PSC ക്വസ്റ്റ്യൻ കോർണറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 28/12/2024 PSC നടത്തിയ 10th പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, 2ഉം 3ഉം 4ഉം മാത്രം. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി, 2ഉം 3ഉം മാത്രം. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചത്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുക്കുന്ന പ്രസ്താവനയിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 4 മാത്രം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 4ഉം മാത്രം. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, 3ഉം 4ഉം മാത്രം. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീർ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ എ, 1ഉം 2ഉം 3ഉം മാത്രം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരം ഓപ്ഷൻ ഡി, 4 മാത്രം. ഓടക്കുഴൽ അവാർഡ് ഡി വിലയചന്ദ്രൻ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? ഉത്തരം ഓപ്ഷൻ എ, 2, 3, 4, 1. പത്താമത്തെ ക്വസ്റ്റ്യൻ, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം മാത്രം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. 11ാമത്തെ ക്വസ്റ്റ്യൻ, കിബുൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ, മണിപ്പൂർ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം. ഉത്തരം ഓപ്ഷൻ എ, അഹമ്മദാബാദ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം. ഉത്തരം ഓപ്ഷൻ ഡി, ഖാരിഫ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിഡ്യുവൽ പർവ്വതം ഉദാഹരണമാണ്. ഉത്തരം എ, ആരവല്ലി. 15ാമത്തെ ക്വസ്റ്റ്യൻ, ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം. ഓപ്ഷൻ ബി, ചുവന്ന മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം അല്ലെങ്കിൽ ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി, മധ്യപ്രദേശ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ്. ഉത്തരം ഓപ്ഷൻ ഡി, ആന്ത്രസൈറ്റ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി, തമിഴ്നാട്. 19ാമത്തെ ക്വസ്റ്റ്യൻ, മെക്സിക്കോയിലെ വെട്ടിച്യൂട്ട് കൃഷി അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ, മിൽപ്പ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഉത്തരം ഓപ്ഷൻ ഡി, ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്.
21ാമത്തെ ക്വസ്റ്റ്യൻ 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്. ഉത്തരം ഓപ്ഷൻ എ 1937. 22ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയെ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. 23ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം. 24ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. 25ാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ? ഉത്തരം ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. 26ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ? ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉം ശരി. രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ബംഗാൾ. 28ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്? ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. 29ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ട്രാൻകിബാർ. 30ാമത്തെ ക്വസ്റ്റ്യൻ താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്? ഉത്തരം ഓപ്ഷൻ ഡി കുറിച്യ കലാപം 1810. 31ാമത്തെ ക്വസ്റ്റ്യൻ മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. 32ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. 33ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 34ാമത്തെ ക്വസ്റ്റ്യൻ 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ? ഉത്തരം ഓപ്ഷൻ സി എസ് സോമനാഥ്, ഭുവനേശ്വരി. 35ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ ഡി 4. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. 36ാമത്തെ ക്വസ്റ്റ്യൻ 2024 ബ്രിക്സ് സമ്മേളനം നടന്നതെവിടെ? ഉത്തരം ഓപ്ഷൻ എ റഷ്യ. 37ാമത്തെ ക്വസ്റ്റ്യൻ കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം 4ഉം. 1812 കുറിച്യ ലഹള നടന്നത്. പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. 38ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക? ഉത്തരം ഓപ്ഷൻ സി കേരളീയ സുഗുണ ബോധിനി. 39ാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? ഉത്തരം ഓപ്ഷൻ സി 1, 2, 3. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത്. 2025 ഒക്ടോബർ 12 നിലവിൽ വന്നു. 40ാമത്തെ ക്വസ്റ്റ്യൻ 2024 തിരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ? ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാട്, ചേലക്കര. 41ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ എ 41. 42ാമത്തെ ക്വസ്റ്റ്യൻ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വയനാട്. 43ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പള്ളിവാസൽ. 44ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം?
ഉത്തരം ഓപ്ഷൻ എ പറമ്പിക്കുളം. 46-ാമത്തെ ക്വസ്റ്റ്യൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. 47-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം 20. 48-ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിൻ. 49-ാമത്തെ ക്വസ്റ്റ്യൻ. 1956-ൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ 5. 50-ാമത്തെ ക്വസ്റ്റ്യൻ. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരും? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 51-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം? ഉത്തരം ഓപ്ഷൻ സി 1861. 52-ാമത്തെ ക്വസ്റ്റ്യൻ. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 53-ാമത്തെ ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ ഡി കീഴരിയൂർ ബോംബ് കേസ്. 54-ാമത്തെ ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ഡി കെ മാധവൻ. 55-ാമത്തെ ക്വസ്റ്റ്യൻ. 1817 ഗൗരി പാർവതിഭായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. 56-ാമത്തെ ക്വസ്റ്റ്യൻ. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയതാരും? ഉത്തരം ഓപ്ഷൻ ബി ബി ടി ഭട്ടതിരിപ്പാടും. 57-ാമത്തെ ക്വസ്റ്റ്യൻ. 1970-ൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ഉത്തരം ഓപ്ഷൻ സി ജനസംഖ്യാനുപാത സംവരണം. 58-ാമത്തെ ക്വസ്റ്റ്യൻ. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി അർണോസ് പാതിരി. 59-ാമത്തെ ക്വസ്റ്റ്യൻ. 1809-ൽ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാരും? ഉത്തരം ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. 60-ാമത്തെ ക്വസ്റ്റ്യൻ. 1859-ൽ ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആലപ്പുഴ. 61-ാമത്തെ ക്വസ്റ്റ്യൻ. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ഉത്തരം ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൽ. 62-ാമത്തെ ക്വസ്റ്റ്യൻ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതും? ഉത്തരം ഓപ്ഷൻ എ പ്ലാസൻഡ. 63-ാമത്തെ ക്വസ്റ്റ്യൻ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമ. 64-ാമത്തെ ക്വസ്റ്റ്യൻ. 64-ാമത്തെ ക്വസ്റ്റ്യൻ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം? ഉത്തരം ഓപ്ഷൻ ബി വില്ലസുകൾ. 65-ാമത്തെ ക്വസ്റ്റ്യൻ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ? ഉത്തരം ഓപ്ഷൻ സി വൃക്കാധമനി. 66-ാമത്തെ ക്വസ്റ്റ്യൻ. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം ശരി. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. 67-ാമത്തെ ക്വസ്റ്റ്യൻ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം? ഉത്തരം ഓപ്ഷൻ സി മൊനീറ. 68-ാമത്തെ ക്വസ്റ്റ്യൻ. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഉത്തരം ഓപ്ഷൻ ഡി സുമാറ്റോട്രോപ്പിൻ. 69-ാമത്തെ ക്വസ്റ്റ്യൻ. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 4 ശരി. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു. 70-ാമത്തെ ക്വസ്റ്റ്യൻ. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ഉത്തരം ഓപ്ഷൻ ബി കണ്ണ്. 71-ാമത്തെ ക്വസ്റ്റ്യൻ. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പ്രവർത്തനം? ഉത്തരം ഓപ്ഷൻ എ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. 72-ാമത്തെ ക്വസ്റ്റ്യൻ. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയം. 73-ാമത്തെ ക്വസ്റ്റ്യൻ. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം? ഉത്തരം ഓപ്ഷൻ ഡി 4 മടങ്ങാവും. 74-ാമത്തെ ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് വേഗം. 75-ാമത്തെ ക്വസ്റ്റ്യൻ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഓപ്ഷൻ ബി ബാരോമീറ്റർ. 76-ാമത്തെ ക്വസ്റ്റ്യൻ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ന്യൂട്രോണിനെ കണ്ടെത്തി. 77-ാമത്തെ ക്വസ്റ്റ്യൻ. റബ്ബറിന്റെ മോണോമർ? ഉത്തരം ഓപ്ഷൻ ബി ഐസോപ്രീൻ.
78ാമത്തെ ക്വസ്റ്റ്യൻ റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. ഉത്തരം ഓപ്ഷൻ സി ഹെൻറി ബെക്കറൽ. 79ാമത്തെ ക്വസ്റ്റ്യൻ ലീച്ചിൻ എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? ഉത്തരം ഓപ്ഷൻ ഡി അലുമിനിയം. 80ാമത്തെ ക്വസ്റ്റ്യൻ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്? ഉത്തരം ഓപ്ഷൻ എ ഐസോബാറുകൾ. 81ാമത്തെ ക്വസ്റ്റ്യൻ സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്റർ ആണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? ഉത്തരം ഓപ്ഷൻ എ 25 രൂപ. 82ാമത്തെ ക്വസ്റ്റ്യൻ ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5+3 × 8 - 12 ÷ 4 = 3 എന്ന സമവാക്യം ശരിയാകുക? ഉത്തരം ഓപ്ഷൻ ബി -/. 83ാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകളുടെ ലസാഗു 60, ഉസാഗ 3. ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 15. 84ാമത്തെ ക്വസ്റ്റ്യൻ √15² + 12² - 2 × 15 × 12 എത്ര? ഉത്തരം ഓപ്ഷൻ എ 3. 85ാമത്തെ ക്വസ്റ്റ്യൻ ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിന്റെ അളവ് 80 ml ആയാൽ പാലിന്റെ അളവെത്ര? ഉത്തരം ഓപ്ഷൻ എ 100 ml. 86ാമത്തെ ക്വസ്റ്റ്യൻ 32 × 10 ÷ 10 - 2 നിന്ന് 20 കുറച്ചാൽ എത്ര? ഉത്തരം ഓപ്ഷൻ സി 20. 87ാമത്തെ ക്വസ്റ്റ്യൻ 6.4² - 3.6² / 2.8 എത്ര? ഓപ്ഷൻ ബി 10. 88ാമത്തെ ക്വസ്റ്റ്യൻ 16.3 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെയും 12.1 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 0.5 സെന്റിമീറ്റർ. 89ാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളുടെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിന്റെ നമ്പർ 75 75 ആണെങ്കിൽ അവസാന നോട്ടിന്റെ നമ്പർ ഏതായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി 76 34. 90ാമത്തെ ക്വസ്റ്റ്യൻ വിട്ടുപോയ പദസംഖ്യ ഏത്? 1 5 11 19 29. ഉത്തരം ഓപ്ഷൻ ഡി 41 ആണ് ആൻസർ. 91ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നുവെങ്കിൽ ആ ഭാഷയിൽ സോർ എന്നത് എങ്ങനെ എഴുതാം? ഉത്തരം ബി HLFI. 92ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരുമുണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളും ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി 17. 93ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? ഉത്തരം ഓപ്ഷൻ എ 6.25. 94ാമത്തെ ക്വസ്റ്റ്യൻ ജോസഫ് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 km/മണിക്കൂർ വേഗതയിലും തിരിച്ച് 120 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചു. ഈ രണ്ട് ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 120 km. 95ാമത്തെ ക്വസ്റ്റ്യൻ 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭം ശതമാനം 8% മാത്രമേ വേണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? ഉത്തരം ഓപ്ഷൻ ബി 2700. 96ാമത്തെ ക്വസ്റ്റ്യൻ 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ 4. 97ാമത്തെ ക്വസ്റ്റ്യൻ 853 × 1346 × 452 × 226 എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 6. 98ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റു 3 ജോഡികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ സി 19 90. 99ാമത്തെ ക്വസ്റ്റ്യൻ മോഹന്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിന്റെ 15% മക്കളുടെ പഠനത്തിലും 28% വീട് ചെലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നു എങ്കിൽ മാസാവസാനം മോഹന്റെ സമ്പാദ്യം എത്ര? ഓപ്ഷൻ ഡി ആണ് ഉത്തരം 23,500 രൂപ. 100ാമത്തെ ക്വസ്റ്റ്യൻ
5 മൈനസ് 1/4 പ്ലസ് 2 ആൻഡ് 1/2 പ്ലസ് 2 ആൻഡ് 1/4 എത്ര? ഉത്തരം ഓപ്ഷൻ സി 0. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.